ആകാശവാണി കോഴിക്കോട്. മറുനാടൻ വിശേഷങ്ങൾ. വിദൂരദേശങ്ങളിലെ കാഴ്ചകളും അനുഭവങ്ങളും ചർച്ച ചെയ്യുന്ന റേഡിയോ പരിപാടി ഇന്നീ പരിപാടിയിൽ ശ്രീമതി സുനീറ ബഷീർ രാമനാട്ടുകരയുമായി ശ്രീ മാത്യു ജോസഫ് നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. മറുനാടൻ വിശേഷങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ വ്യത്യസ്ത രാജ്യങ്ങളിലെ വിശേഷങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുന്ന, ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഒരു റേഡിയോ പരിപാടിയാണിത്. ഇന്ന് ഈ സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരുവള്ളൂരിൽ ഹൈസ്കൂൾ അധ്യാപികയായിട്ടുള്ള ശ്രീമതി കെ സുനീറ. അപ്പോൾ സുനീറ ടീച്ചർക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു. ടീച്ചർ ആഫ്രിക്കയിൽ പോയിട്ട് വന്നയാളാണ്. ആഫ്രിക്കയിൽ പ്രത്യേകിച്ചും റുവാണ്ട എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് ഒരു മാസത്തോളം താമസിച്ചിട്ട് വന്നയാളാണ്. അപ്പോൾ ആ രാജ്യത്തെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. ടീച്ചറുടെ മകന് ആ രാജ്യത്ത് എൻജിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ മകനിപ്പോൾ അവിടെ പോയിട്ട് എത്ര നാളായി? മകനിപ്പോൾ പോയിട്ട് 4 വർഷത്തോളമായി. 4 വർഷത്തോളമായി. അവിടെ എന്താ ജോലി ചെയ്യുന്നത്? ഇവിടെ എഞ്ചിനീയറിംഗ് പ്ലസ് MBA കഴിഞ്ഞതാണ്. അവിടെ സ്വന്തമായിട്ട് നടത്തുകയാണ്, കമ്പനി നടത്തുകയാണ്. അതെ, സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയാണ്. അപ്പോൾ അവിടെ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ശരി. എല്ലാവർക്കും ഒരു ജോലിയല്ല, ഒരു ബിസിനസ്സാണെന്ന് പറയും. ബിസിനസ്സാണ്. അതെ, ആഫ്രിക്കയിലെ ഒരു ബിസിനസ്സുകാരനാണ് മകന്. അതെ. മകന് ഈ റുവാണ്ടയിലേക്ക് പോകാൻ കാരണം എന്തായിരുന്നു? അവന് ആദ്യം ദുബായിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു. ആ ഫ്രണ്ട്സ് മുഖേനയാണ് അങ്ങനെ അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കോഴിക്കോട് ഭാഗത്തുള്ള 2-3 പേര് അവിടെ ഉണ്ട്. അപ്പോൾ അവരെ സന്ദർശിക്കാൻ വേണ്ടി, അവരെ കാണാൻ വേണ്ടി പോയതാണ് ശരിക്കും. അപ്പോൾ അവിടെ ഒരു കമ്പനി നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു കമ്പനി ഉണ്ടായിരുന്നു അന്ന് അവിടെ. അപ്പോൾ അതിൽ അന്ന് അവരിങ്ങനെ ചർച്ചകളൊക്കെ ചെയ്ത് ഇതിൽ ഷെയർ കൂടണം എന്നുള്ള ഒരു ഇതൊക്കെ പറഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും പോയി. അന്ന് പിന്നെ അതിൽ ഷെയറായിട്ട് ചേർന്നു. പിന്നെ ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് അതിൻ്റെ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ നാട്ടിലേക്ക് പോന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ തിരിച്ചു വരുന്നില്ല, അപ്പോൾ കമ്പനി സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതെന്ന് പറഞ്ഞു. അപ്പം അവനത് ഏറ്റെടുത്തു. ഇപ്പോൾ അത് വലിയൊരു കമ്പനിയായി മാറി. ലക്ഷൂറിയ എന്നാണ് കമ്പനിയുടെ പേര്. ലക്ഷൂറിയ ഒരു ലക്ഷൂറിയസ് ലൈഫാണ് എന്ന് പറയാം. അപ്പോൾ മകന് ആദ്യമായിട്ട് ആഫ്രിക്കയിലോട്ടാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഞാൻ സത്യത്തിൽ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ഇത് എനിക്കും തോന്നി. നമ്മൾ കേട്ടിട്ടുള്ളത് ഈ നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വൻകര, അതുപോലെ ഇരുണ്ട ഭൂഖണ്ഡം, ഇതൊക്കെയാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പോകുമ്പോൾ. അത് നമുക്ക് അറിഞ്ഞൂടാ, എങ്ങനെയുള്ള ആളുകളാണ് ഒന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. മോനെ ആഫ്രിക്കയാണ്, പോകണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഉള്ളിൽ തോന്നി. ആഫ്രിക്ക ഉള്ളിൽ തോന്നിയത് മാത്രമല്ല, പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞില്ല. പോയി വന്നതുകൊണ്ട് അല്ല, ആദ്യം ഒരു തവണ പോയിട്ടുണ്ടല്ലോ. അവൻ പോയി വന്നപ്പം കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ നമുക്കങ്ങനെ നല്ലതായിട്ട് തന്നെ തോന്നിയത്. ആഫ്രിക്കയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമാണ് അവൻ വന്ന് പറഞ്ഞത്. എന്നാലും നേരിട്ട് കാണുന്നത് വരെ എനിക്കത് വിശ്വാസമില്ലായിരുന്നു. അതിനു മുൻപ്, മകൻ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് റുവാണ്ട എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഈ രാജ്യത്തെക്കുറിച്ച് തന്നെ കേട്ടിട്ടില്ല. എഴുതി പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉഗാണ്ടെന്നേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ റുവാണ്ട എന്ന് പറഞ്ഞാൽ ആളുകൾ, നിങ്ങളെന്നാ ഉഗാണ്ടെന്ന് വന്നതെന്നാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് പറയൂ, ഉഗാണ്ടയല്ല, റുവാണ്ട. ഇത് വേറെ ഉണ്ടയാണ്. അതെ. അപ്പം മകൻ ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ പോയിട്ട് വന്നിട്ട്. അതിനുശേഷം ഇപ്പം ടീച്ചർ സ്വന്തമായിട്ട് അവിടെ പോയി. എന്തൊരു മാറ്റമാണ് അവിടെ കണ്ടത്? മകൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ അനുഭവിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് എന്തൊരു അനുഭവമാണ് ആദ്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്തപ്പോഴുണ്ടായത്? അതായത് നമ്മുടെ മനസ്സിലുള്ള ആദ്യമുള്ള സങ്കല്പം തന്നെയാണ് ആദ്യം തിരുത്തിയത്. ആദ്യം നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നമുക്കത് ഫീൽ ചെയ്തു കേട്ടോ. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവർ നമ്മളോടുള്ള ആ പൊളൈറ്റായിട്ടുള്ള ഒരു നല്ല ഒരു കംഫർട്ടായിട്ടായിരുന്നു യാത്ര. ആ രാജ്യത്തെ ഫ്ലൈറ്റ് കമ്പനി തന്നെയാണ്. അതെ. റുവാണ്ട എയർ, അതിലാണ് ഞങ്ങൾ പോയത്. മുംബൈയിൽ നിന്ന് തന്നെ റുവാണ്ട എയർ. അതെ, ശരി. സാധാരണ എവിടെയെങ്കിലും എത്യോപ്യയിലോ അല്ലെങ്കിൽ കെനിയയിലോ എവിടെയൊക്കെ ഇറങ്ങിയിട്ട് പോകുന്ന അങ്ങനെയല്ല, ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അവിടുന്ന് റുവാണ്ട എയറിൽ ഞങ്ങൾ മെയ് ഫസ്റ്റ് വീക്കിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഈ വർഷം പോയതല്ലേ? ഈ മെയിലാണ് പോയത്. അപ്പോൾ മുംബൈയിൽ നിന്ന് ഒരു 12 മണി, രാത്രി 12 മണിക്കാണ് ഫ്ലൈറ്റ്.
അപ്പോൾ അതിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ക്രൂ ഒക്കെ നല്ല, അത് തന്നെ നമുക്ക് നല്ലൊരു ഇത് തോന്നും, നല്ലൊരു. പിന്നീട് നമ്മൾ ഇതിൽ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്, ഇന്ത്യൻ ഓഷ്യന് മുകളിലൂടെയാണ് പോകുന്നത്, 33,000 അടി ഉയരത്തിലൂടെയാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു ടെൻഷൻ. മുമ്പും പോയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ, എന്നാലും ഇത് ഇന്ത്യൻ ഓഷ്യൻ്റെ മുകളിലൂടെയെന്നൊക്കെ കേട്ടപ്പം അത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ ഇങ്ങനെ നോക്കും എവിടെ എത്തി എന്തായി എന്നൊക്കെ. അതെ, അങ്ങനെ അത് രാത്രി ആയതുകൊണ്ട് നമുക്ക് കാണാനും പറ്റുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞ് മൊംബാസ എന്ന് പറയും, കെനിയയിലാണെന്ന് തോന്നുന്നു, മൊംബാസ എയർപോർട്ടിലൊന്ന് ലാൻഡ് ചെയ്യും ഫ്യൂവൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു 5.5 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് അവിടെ ഒരു 1/2 മണിക്കൂർ ലാൻഡിങ്. അവിടെ നിന്ന് ആള് ഇറങ്ങുന്നും കയറുന്നൊന്നുമില്ല, ഈ ഫ്യൂവൽ നിറയ്ക്കാൻ വേണ്ടി മാത്രം അവിടെ നിർത്തി. പിന്നെ അവിടെ നിന്ന് വീണ്ടും 2.5 മണിക്കൂർ കൂടി. അങ്ങനെയാണ് കിഗാലി. അവിടെ ചെന്നപ്പോഴേക്കും നേരം വെളുത്തോ? അതോ നേരം വെളുത്തു. നമ്മുടെ 3 മണിക്കൂർ വ്യത്യാസമുണ്ട് കേട്ടോ അവിടെ. 3 മണിക്കൂർ. അവിടെ നേരം വെളുക്കാൻ കൂടുതൽ താമസം ഉണ്ടാവില്ലോ? അതെ, 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ അവിടെ ആവുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു പുലർച്ചെ. അപ്പോൾ ഈ കഴിഞ്ഞ മെയ് മാസത്തിലെ ഒരു സുപ്രഭാതത്തിലാണ് കിഗാലി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. എയർപോർട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് വിമുക്തമാണ്. നമ്മൾ നമ്മുടെ റാപ്പ് ചെയ്യുമല്ലോ നമ്മുടെ ലഗേജൊക്കെ, അതൊക്കെ അവിടെ അഴിച്ചു മാറ്റി എല്ലാം കളഞ്ഞതിന് ശേഷം അങ്ങോട്ട് എൻട്രി ഉള്ളൂ. ശരി, പ്ലാസ്റ്റിക് ഇല്ല, പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം. നമ്മളെക്കാളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ് ആ കാര്യത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അതെ. അത് എത്ര നാളായെന്ന് അറിയാമോ ഇങ്ങനെ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ട്? അത് കുറേ കാലമായിട്ട് ഉണ്ട്. അത് പിന്നീടാണ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. നമ്മുടെ രാജ്യത്ത് ഇപ്പം പ്ലാസ്റ്റിക് നിരോധിച്ചു, എന്നിട്ടും ആൾക്കാർ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടാതെ കടയിൽ നിന്ന് പോരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ എല്ലാ സാധനങ്ങളും മറ്റേ ആ കവർ ഉണ്ടല്ലോ, പേപ്പർ കവറിലാണ്. പേപ്പർ കവറിലാണ് എല്ലാ സാധനങ്ങളും, വെജിറ്റബിൾസ് ആയാലും എന്തും അങ്ങനെ കിട്ടുള്ളൂ. അത് ശരി. കടയിൽ പോകുന്നവർ സഞ്ചിയായിട്ട് പോയിക്കോളും. സഞ്ചിയായിട്ട് പോകും, ഇല്ലെങ്കിൽ അവിടുന്ന് പേപ്പർ കവറിലിട്ടിട്ട് തരും. ഇറച്ചി മീനും വാങ്ങാനുള്ളവർക്ക് എന്ത് ചെയ്യും? അതും അങ്ങനെ തന്നെയാണ്. അത് വേറെ ഒരു ഇതുണ്ട് പറയാൻ. അതായത് അവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ, അവിടുത്തെ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഇറച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ളൊരു സാധനം അവിടെ പോയാൽ, ഇപ്പോൾ ഒരു ആട്, ഞങ്ങൾ പോയിട്ട് ചെറിയൊരാട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു നമ്മൾക്കുള്ള ആവശ്യമുള്ള സാധനം. എന്നിട്ട് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം ഈ മൃഗം ഒരു കുഴപ്പമില്ലാത്തതാണ് എന്ന്. ഡോക്ടറുടെ സർട്ടിഫിക്കേഷനോട് കൂടി മാത്രമേ ഡോക്ടർ അവിടെ ഉണ്ട്. ആ മാർക്കറ്റിൽ ഒരു മാർക്കറ്റാ, വലിയ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ എല്ലാ അനിമൽസും ഉണ്ടാവും അവിടെ. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടി മാത്രമാണ് അതിനെ അറക്കാൻ കൊണ്ടുപോവുള്ളൂ. അതൊരു വലിയ അത്ഭുതം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ അത്ഭുതങ്ങൾ തന്നെയാണ് ചെന്നതിന് ശേഷം. ഇന്ത്യക്കാർക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ചില നിയമങ്ങളൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ബിൽഡിങ്ങുകൾ കണ്ടപ്പോൾ, നമ്മളാണെങ്കിൽ ഈ കാടും പ്രതീക്ഷിച്ചാണ് അവിടെ പോകുന്നത്. ഈ കിഗാലി എന്ന് പറയുന്നത് ഒരു വലിയ സിറ്റിയാണ്, വലിയൊരു സിറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മുടെ സിംഗപ്പൂർ, ദുബായ് ഒക്കെ കണ്ടതുപോലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഇതൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അന്ന് തന്നെ ഞങ്ങളുടെ സങ്കല്പം തികച്ചും മാറി. പിന്നെ മോനെ നിർബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഒന്ന് കാണണം എന്ന്. കാരണം അവൻ വരുമ്പോഴൊക്കെ ആഫ്രിക്കയിൽ നിന്നല്ലേ വരുന്നത്, നിനക്ക് വേറെ എവിടെയും പോകാണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളാണ്. അപ്പം ഞങ്ങളെ അവിടെ ഒന്ന് കാണിക്കണം എന്ന് അവനുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാഴ്ചപ്പാടൊന്ന് മാറ്റണം. ശരിക്കും ഞങ്ങളുടെ കാഴ്ചപ്പാട് തികച്ചും